ശക്തമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണം ആവശ്യമില്ല. എല്ലായ്പ്പോഴും ഒരുമയുടെ ആവശ്യമില്ല. ബന്ധം ഹൃദയത്തിൽ ജീവിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും പിരിയുകയില്ല. ഒന്നും ശാശ്വതമല്ല. അതിനാൽ സ്വയം വളരെയധികം സമ്മർദ്ദം ചെലുത്തരുത്. കാരണം സാഹചര്യം എത്ര കഠിനമാണെങ്കിലും അത് മാറും. പ്രയാസകരമായ സമയങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങൾ മാറ്റങ്ങളിൽ നിന്നോ തെറ്റുകളിൽ നിന്നോ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് വ്യക്തിയുമായി തർക്കത്തിൽ വിജയിക്കാനാവില്ല. അവർ അവർക്ക് അനുയോജ്യമായത് മാത്രം കേൾക്കുകയും പ്രതികരിക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും നിങ്ങളെ ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഒരു കാരണം കണ്ടെത്തുകയും ഒരു വഴി കണ്ടെത്തുകയും അവർ പരിശ്രമിക്കുകയും ചെയ്യും. ജീവിത വിജയം വേഗത്തിൽ ഓടുന്നവർക്കല്ല, ഓട്ടം തുടരുന്നവർക്കാണ്, എപ്പോഴും സഞ്ചരിക്കുന്നവർക്കാണ്. നിങ്ങളുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്നവരെ അവഗണിക്കുക. അവർ നിങ്ങളുടെ പിന്നിലാണ്. പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് ചില ബന്ധങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ മികച്ചത് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജീവനോ സുഗന്ധമോ ഉണ്ടാവില്ല. മുല്ലപ്പൂവിനെ സുന്ദരിയാക്കിയത് വർണ്ണമല്ല, അവളിലെ സുഗന്ധമാണ്. മനുഷ്യനെ നല്ലവനാക്കുന്നത് നിറമല്ല, അവൻ്റെ മനസ്സിലെ നന്മയാണ്. തെറ്റ് ജീവിതത്തിൻ്റെ ഒരു പേജാണ്, എന്നാൽ ബന്ധം ഒരു സമ്പൂർണ്ണ പുസ്തകമാണ്. അതുകൊണ്ട് ഒരു പേജിന് വേണ്ടി മുഴുവൻ പുസ്തകവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ കഴിയും. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും. ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തിക്ക് അതൊരിക്കലും വിശ്വസിക്കുകയുമില്ല. ആളുകളെ നഷ്ടമാവുന്നത് ഓർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞ് നടക്കുക എന്നതാണ്. എല്ലാ നഷ്ടത്തിനു ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണ് എന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നത് സ്വപ്നങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത്. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. നമ്മൾ കിട്ടില്ല എന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടി എത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും.